ഈ ഡിപ്രഷൻ വരുന്നതിന്റെ കാരണം എന്താണ്? ഏകാന്തത എൻജോയ് ചെയ്യാൻ പറ്റാത്തതാണ്. നമ്മളുമായിട്ട് കണക്ട് ചെയ്ത് ഞാൻ വേറെ ആരുമില്ല, ഒറ്റയ്ക്കാണെങ്കിൽ പോലും ഐ ആം ഹാപ്പി. ആ രീതിയിലേക്ക് വരണം. ഇപ്പൊ ലോകം ഉണ്ടാക്കിയത് എക്സ്ട്രോവേർട്സ് ഒന്നല്ല, സയന്റിസ്റ്റുകൾ മുഴുവൻ തന്നെ ഇൻട്രോവേർട്സ് ആണ്. നമ്മൾ ഈ മാർക്കറ്റിംഗ് കമ്മ്യൂണിറ്റിയിൽ മാത്രമേ എക്സ്ട്രോവേർട്സിന് സ്ഥാനമുള്ളൂ, അല്ലേ? നമ്മള് ഇൻവെൻഷൻ, ഇന്നോവേഷൻ തുടങ്ങിയ കാര്യങ്ങളൊക്കെ ചിന്തിച്ചു കഴിഞ്ഞാൽ അവിടെ ഉള്ളത് ഇൻട്രോവേർട്ടിസം തന്നെയാണ്. നമ്മൾ ഉള്ളിലേക്ക് കണക്ട് ചെയ്യുന്നു, ഉള്ളിൽ നിന്ന് കിട്ടുന്ന ഐഡിയാസ് ആണ് ഇവർ പ്രാക്ടീസ് ചെയ്യുന്നത്. ലാബ് പോയി പ്രാക്ടീസ് ചെയ്ത് ശരിയാണോ നോക്കുന്നത്, അല്ലേ? ആർക്കിമിഡീസ് പിന്നെ കുളിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഒരു ഐഡിയ വന്നിട്ടാണ് അയാള് യുറേക്ക എന്ന് പറഞ്ഞു ഓടുന്നത്, പുറത്തേക്ക് ഓടുന്നത്. അപ്പൊ അത് അവരവന്റെ ഉള്ളിലേക്ക്, ഇപ്പം ആപ്പിൾ വീണ് എങ്ങനെ വരുന്നു, നമ്മളെ തലയിലൊക്കെ പല സാധനം വീഴും. പക്ഷെ ആ ഇന്നർ കണക്ഷൻ, ഉള്ളിലേക്കുള്ള കണക്ഷൻ ഉണ്ടെങ്കിൽ മാത്രമേ ഇങ്ങനെയുള്ള പുതിയ കാര്യങ്ങൾ, അങ്ങനെയാണ് നമ്മൾ ഇതൊക്കെ അനുഭവിച്ചിട്ടുള്ളത്. ഈ ടെക്നോളജി മുഴുവൻ അനുഭവിച്ചിട്ടുള്ളത് ആരെങ്കിലുമൊക്കെ ഈ രീതിയിൽ, കാരണം അവര് എനർജി ഉള്ളിലേക്കാണ്. നമ്മൾ വേറെ രീതിയിൽ പറയുകയാണ്, എക്സ്ട്രോവേർട്സ് മീൻസ് നമ്മുടെ എനർജി പുറത്തേക്ക് ഒഴുകുന്നു എപ്പോഴും. ഇൻട്രോവേർട്സ് മീൻസ് അവരുടെ എനർജി ഉള്ളിലേക്ക് ഒഴുകുന്നു. ഇപ്പൊ സ്റ്റീവ് ജോബ്സ് എന്ന് പറയുന്ന ഒരു ഇൻട്രോവേർട്ട് ആയിട്ടുള്ള ആളാണ്. ലോകത്തുള്ള പല ആൾക്കാരും ഇൻട്രോവേർട്സ് ആണ്, പക്ഷെ അയാൾ നന്നായിട്ട് പ്രസംഗിക്കും, സംസാരിക്കും. അത് അയാൾ പഠിച്ചെടുക്കുന്നതാണ്. അത് തെറ്റൊന്നുമില്ല. നമുക്ക് വേണ്ട എക്സ്ട്രോവേർട്ടിസം നമുക്ക് പഠിച്ചെടുക്കാം. ഇപ്പൊ ഇൻട്രോവേർട്ടിസം നമ്മൾ സ്കൂളിൽ പ്രോത്സാഹിപ്പിക്കുന്നില്ല. ഒരാൾ വെറുതെ ഇരുന്ന് മനനം ചെയ്യുക എന്ന് പറയുന്ന പരിപാടി എവിടെയെങ്കിലും ഉണ്ടോ? ഇല്ല. അതാണ് ഈ ഇഷ്യൂ. കാരണം അതുകൂടി വന്നു കഴിഞ്ഞാൽ ഈ ബാലൻസ് ഉണ്ടാവും. അവനവനിൽ ഇഷ്ടപ്പെടുക, സെൽഫ് ലവ് എന്ന് പറയുന്നത് തന്നെ ഇതാണ്, അവനവനായിട്ട് കണക്ട് ചെയ്തിരിക്കാൻ പറ്റിയത്. അല്ലാതെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ സെൽഫ് ലവ്, എന്താ സെൽഫ് ലവ് എന്ന് പറഞ്ഞ വേറെ എന്താ സെൽഫ് ലവ്? അവനവനെ എങ്ങനെ എന്താണ് സെൽഫ് ലവ് എന്ന് ആർക്കും അറിയില്ല. എങ്ങനെ സ്വന്തമായിട്ട് സ്നേഹിക്കണമെന്നും ആർക്കും അറിയില്ല. നമ്മൾ പറയും, പലരോടും പറയും, നിങ്ങൾക്ക് വേണ്ടി കുറച്ച് സമയം സ്പെൻഡ് ചെയ്യും. എന്ത് ചെയ്യും? നമ്മുടെ ജീവിതത്തിലെ എല്ലാവരുടെയും പ്രശ്നങ്ങൾക്ക് കാരണം സ്വയം സ്നേഹിക്കാൻ കഴിയാത്തതാണ്. ഇപ്പൊ ഒരു ജീവിതത്തിൽ ഒരുപാട് പ്രശ്നങ്ങളുള്ള ഒരുപാട് മനുഷ്യരുണ്ട്. അപ്പം ഒരു സൈക്കോളജിസ്റ്റ് എന്ന നിലയ്ക്ക് സാറിന് എന്താണ് പറയാനുള്ളത്? ഒന്ന്, നമ്മളെ തന്നെ ഇഷ്ടപ്പെടണം. പക്ഷെ അത് ഒരു തിയറി അല്ല, അതൊരു പ്രാക്ടീസാണ്. നമ്മൾ പ്രാക്ടീസ് ചെയ്ത് പഠിച്ചെടുക്കേണ്ട ഒരു കാര്യമാണ് സെൽഫ് ലവ്. അല്ലാതെ ഒരു തിയറി പ്രകാരം അല്ലെങ്കിൽ ഒരാൾ പറയുന്നത് കേട്ട് നമുക്ക് സെൽഫ് ലവ് എന്ന് കൊണ്ടുവരാൻ കഴിയും. നമുക്ക് നമ്മളെ ഇഷ്ടപ്പെടാൻ പറ്റിക്കഴിഞ്ഞാൽ നമുക്ക് ഡിപ്രഷൻ ഉണ്ടാവില്ല. സൈക്കോളജിക്കലായിട്ടുള്ള മിക്കവാറും ഇഷ്യൂസ് അതോടുകൂടി തന്നെ നിൽക്കും. നമ്മളെ തന്നെ ഇഷ്ടപ്പെടുന്ന ഒരു സംഗതി വന്നു കഴിഞ്ഞാൽ, അതായത് നമ്മളായിട്ട് കണക്ട് ചെയ്യണം. നമ്മൾ ഉണ്ടാവണം ആദ്യം. ഈ കാണുന്ന ഒന്നല്ല, നമ്മളോട് കണക്ട് ചെയ്യണം.